ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ഇതിൽ നമ്മൾ സാധാ വേൾഡ് എന്നല്ല കളിക്കുന്നത്, നമ്മൾ ഇതിനകത്ത് ഹാർഡ് കോർ മോഡാണ് കളിക്കാൻ പോകുന്നത്. നമ്മളെന്തായാലും നല്ലപോലെ കളിക്കാൻ ശ്രമിക്കും. ഇതുപോലെ നാളെ ഒരു ഹാർഡ് കോർ കളിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഇപ്പോഴും കണ്ടിന്യൂസ് ആയി പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. നമ്മൾ ഇന്ന് ഹാർഡ് കോറിൻ്റെ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. നമ്മളെന്തായാലും ഹാർഡ് കോർ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക ഒക്കെ ചെയ്യുക. എന്തായാലും നമുക്ക് വേൾഡ് ക്രിയേഷനിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പുതിയ വേൾഡാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഹാർഡ് കോർ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് കൊടുക്കാൻ പോവുകയാണ്. എന്തായാലും നമ്മൾ ക്രിയേറ്റ് എടുത്തിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥന നല്ലൊരു പ്ലേസ് വരണമെന്നാണ്. വില്ലേജ് അടുത്തന്നെ ഉണ്ടായിരിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതാകുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും അവിടുന്ന് ഒപ്പിക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും അവിടുന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളൊരു സ്ഥലത്ത് വേറൊരു കാട്ടി ഇറങ്ങി വന്ന ഗൈസ്. ഇവിടെ എന്തായാലും അടുത്ത് വല്ലതും വില്ലേജ് വല്ലതും കാണാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. എന്തായാലും നമുക്ക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം. അതായിരിക്കും നല്ലത്. ഫസ്റ്റ് തന്നെ ട്രീ എല്ലാം മുറിച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഏത് ട്രീ മുറിക്കും? ഇവിടെ ഒന്നും വില്ലേജ് കാണുന്നില്ല. ഈ ട്രീ മുറിക്കാം. ട്രീ മുറിച്ച് കുറേയെങ്കിലും വേണം, എന്നാലേ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് പിക്കാക്സും ആക്സും സോഡും ഒക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതായത് മരം മുറിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മരം മതിയാവും തോന്നുന്നു. ഞാൻ എന്തായാലും ആ മരം അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ വെക്കും? ഈ താറാവിനെ കൊല്ലാം. എന്തി വാ 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 വാ. ചത്തില്ലേ? കൊല്ല. ചത്ത്. നമ്മളെന്തായാലും കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇവിടെ ഷുഗർ കെയിൻ നിൽക്കുന്നു, അത് പൊട്ടിക്കാം. നമുക്കിനിയും ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇനിയും ഓക്ക് മാറ്റണം. അതിന് സ്റ്റിക്ക് എടുക്കണം. പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇനി ഉണ്ടാക്കണം പറ്റും. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇനി ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സോഡും പിക്കാക്സും ആക്സും ഒക്കെ ഉണ്ടാക്കാം. സോഡ് ഉണ്ടാക്കി, പിക്കാക്സ് എല്ലാം റെഡിയായി. ഇനി നമുക്കിത് പൊട്ടിച്ചിട്ട് നമുക്ക് വേറെ ട്രീ മുറിക്കണം. വേറെ എവിടെയെങ്കിലും ബ്ലോക്ക് ആവശ്യം വന്നാൽ അതുകൊണ്ട് നമുക്ക് ട്രീ മുറിക്കണം. ഇവിടെ ഒരു കോഴി വെക്കുന്നു, അതിനെ കൊല്ലാം. കുഞ്ഞ് ചത്ത്. ഷീപ്പിനെ കിട്ടിയ നമുക്ക് നേരെ ബെഡ് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. എന്തായാലും നമുക്ക് അതാണ്ട് പിന്നെ അടുപ്പിച്ച് ഷുഗർ കെയിൻ നിൽക്കുന്ന. ചിലപ്പോൾ ഇവിടെ അടുത്ത് വല്ല വില്ലേജ് ഉണ്ടായിരിക്കും, അതായിരിക്കും. നമുക്കെന്തായാലും ഇവിടെ എല്ലാം നോക്കിയേക്കാം. ഇവിടെ മാമയൊക്കെ കിടക്കുന്നു. നമുക്കെന്തായാലും അവിടെ അപ്പുറത്ത് വല്ലതായിരിക്കും വില്ലേജ്. നമുക്കെന്തായാലും നീന്തി പോയാലും ചിലപ്പോൾ സോംബി കാണും വെള്ളത്തിനടിയിലുള്ള. നമുക്കെന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ഒരു ബോട്ട് ഉണ്ടാക്കാം. ഇതിനകത്തൊന്നും ബോട്ട് കാണുന്നില്ല. നമുക്കെന്തായാലും സെർച്ച് ചെയ്ത് നോക്കാം. ഇതിനകത്തൊന്നും കാണുന്നില്ല. നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അതാണ്ട് വന്ന ഗൈസ്. നമുക്ക് എന്തിനാ ഇത് ഉണ്ടാക്കാൻ ഇച്ചിരൂടെ മരം വേണം. നമുക്ക് ഇതുണ്ടാക്കാം. കുറച്ചുകൂടെ എടുക്കാം. ഇപ്പം ശരിയായെന്ന് തോന്നുന്നു. ഇല്ല, ഇപ്പോഴും ശരിയായില്ല. ഒരെണ്ണത്തിൻ്റെ കുറവ് കൂടെ ഉണ്ട്. സ്റ്റിക്ക് നമുക്ക് ഒരെണ്ണം എടുത്ത് ഇനി നമുക്ക് ബോട്ട് ഉണ്ടാക്കാം. അങ്ങനെ ബോട്ടുണ്ടാക്കി ഇതിനകത്ത് കയറാൻ പറ്റുന്നില്ല. കയറി. ഇനി നമുക്ക് അവിടെ പോയിട്ട് അവിടെ ഷുഗർ കെയിൻ നിൽക്കുന്ന ഇവിടെ മിക്കവാറും ഇവിടെ അടുത്ത് വല്ല വില്ലേജ് ആണ്. എന്തായാലും ആ വില്ലേജ് തപ്പി പിടിച്ച് കണ്ടുപിടിച്ച് പോകണം. നമുക്ക് ഈ ബോട്ട് ഇവിടെ ഇട്ടിട്ട് ഈ ഷുഗർ കെയിൻ മുറിക്കാം. അല്ല വേണ്ട, നമുക്ക് ആ ഷുഗർ കെയിൻ മൊത്തം അങ്ങ് എടുത്താലോ.
അതാകുമ്പോൾ ഷുഗർ ഉണ്ടാക്കാൻ പറ്റും. നമുക്കെന്തായാലും ഷുഗർ കെയിൻ ഫുള്ള് പൊട്ടിക്കാം. ഈ നിൽക്കുന്നതും കൂടെ മതി ഗൈസ്, അതായിരിക്കും നല്ല. ഇപ്പം തന്നെ 6 ഉണ്ട്. ഇനി അങ്ങോട്ട് പോകണം. ഇത് തന്നെ പോരെ. ഇപ്പം തന്നെ 16 ആയി. 16 14. ഇനി അങ്ങോട്ട് പോകണം. വേണ്ട, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വില്ലേജ് തപ്പാം. അതിനിടയ്ക്കുള്ള ഷീപ്പിനെയും തപ്പണം ബെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മൾ കണ്ടുപിടിക്കാം. ബോട്ട് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ബോട്ട് പൊട്ടിച്ചെടുക്കാം. എടുത്ത് നമ്മൾ വില്ലേജ് തപ്പാം. വേഗം പോവാം. രാത്രി ആകുന്നതിന് മുമ്പ് നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പണിയാം. സോംബീസൊക്കെ വന്നിട്ട് കൊലമാക്കും. ഇവിടെ ഒന്നും ഒരു വില്ലേജ് പോലും കാണുന്നില്ല. ഇവിടൊക്കെ എന്തൊക്കെയോ കിടപ്പുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒന്നും വില്ലേജ് കാണുന്നില്ല. ഇവിടെ ഒന്നും കാണത്തില്ലേ. ഇനി നമുക്ക് ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോവാം. നമുക്ക് താറാവിന് വേണ്ട. നമ്മൾ ഒരെണ്ണത്തിനടുത്ത് താഴെ വേണം. നമ്മളെന്തായാലും പോവാണ് വില്ലേജ് അപ്പം. ദാണ്ട് ഇവിടെ ഒരു പന്നിക്കുട്ടി വെക്കുന്നു. ആ പന്നിക്കുട്ടിയെ അടിച്ചു കൊല്ലാം. ഫുഡ് വേണം. നാളെ ഹെൽത്ത് കുറഞ്ഞിട്ടിരിക്കുക. നമുക്കത് കഴിക്കാം. ബോട്ട് മാറ്റിയിട്ട് ഇതെടുക്കാം. കഴിക്കാതെ സെറ്റ്. ഇനി നമുക്ക് പോവാം. ഇവിടെ കേവാണ്. നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. സ്റ്റോൺ പിക്കാക്സും ആക്സും ഉണ്ടാക്കാം. നമുക്ക് എന്തായാലും ഇതുവഴി അകത്തോട്ട് കയറാം. ആക്സ് വെച്ച് ആദ്യം ചേർന്നുകൊണ്ട് വരത്തില്ല. നമുക്കെന്തായാലും ഇവിടെ ആദ്യം കയറാം. ഇവിടെ കോളോ വല്ലതും കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്തായാലും താഴോട്ട് കുഴിച്ച് പോവാണ്. ഇവിടെ കോളും എല്ലാം കിട്ടുമായിരുന്നെങ്കിൽ. കോളും എല്ലാം വയസ്സ് കോളില്ല. നമുക്കെന്തായാലും മേലോട്ട് പോകണം. ഇത്രയും പോക്കാൻ തന്നെ മതി വയസ്സ്. നമുക്ക് സ്റ്റോൺ പിക്കാക്സിലോട്ട് ആക്സിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇത്ര മതി. നമുക്ക് പോവാം. അത് ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് നമ്മൾ അതോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് മേളിൽ കയറിയിട്ട് ഇവിടെ കുതിരക്കുട്ടി നിൽക്കുന്നു. നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ നോക്കാം. നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഇറക്കി വിട്ട് നമ്മുടെ കയറി നോക്കാം. ഞാൻ അറിയാം. ഇനി എന്തായാലും പോട്ടെ. വേറെ കുതിരയെ എടുക്കാം. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് വേറൊരു കുതിര. നമുക്കെന്തായാലും ഇത് നോക്കാം. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ കാണുന്നില്ല. അയ്യോ, ഇനി നമ്മൾ എവിടെയെങ്കിലും വെച്ച് മറന്നു. കുഴപ്പമില്ല. നമുക്കെന്തായാലും പുതിയ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇതെടുക്കാം. അതെടുത്തിട്ട് ഇനിയും ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി പുതിയ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പഴയതുപോലെ എന്താ നമ്മൾ പുതിയ ഉണ്ടാക്കി. ഇത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇനി ഗെയിം വെച്ച് അപ്ഗ്രേഡ് ചെയ്യാം. സോഡും ആക്സും പിക്കാക്സും നമ്മളെന്തായാലും എടുക്കുന്നുണ്ട്. ഇതിന് ഇനിയും ഒന്നുകൂടെ വേണം. ഇനി ഉണ്ടാക്കാൻ സ്റ്റിക്ക് വേണം ഗൈസ്. സ്റ്റിക്ക് നമ്മൾ ഉണ്ടാക്കാം. ആക്സ് പിക്കാക്സ് ഓക്കെ റെഡി. നമുക്ക് ഇതെല്ലാം മാറ്റിയിട്ട് സ്റ്റോണിൻ്റെ വെക്കാം. സ്റ്റോൺ നമ്മൾ 2 എണ്ണം ഉണ്ടാക്കി ഗൈസ്. 2 സോഡ് ഉണ്ടാക്കി. കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരെണ്ണം ഉണ്ടാക്കിയാലോ. വേറെ ഒരെണ്ണം ഉണ്ടാക്കേണ്ട ആവശ്യം വരത്തില്ല. എന്തായാലും കയ്യിൽ തന്നെ ഉണ്ട് വേറെ. നമുക്ക് ഷീപ്പിനെ കണ്ടുപിടിക്കണം. ഒരു
ഷീപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഷീപ്പ് 2 എണ്ണം. നമുക്ക് എന്തായാലും ഇനി ബെഡ് അങ്ങ് ഉണ്ടാക്കാം. ഇപ്പം തന്നെ ചെറുതായിട്ട് രാത്രിയായി വരുന്നുണ്ട്. ബെഡ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, അയ്യോ ഒരെണ്ണം കൂടെ വേണം. അയ്യോ മറ്റേത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും അപ്പുറത്ത് പോയി ഒരെണ്ണം എടുത്തോണ്ട് വരാം. ഇതിനെ കൊല്ലാം. ഇതിനെ കൊന്ന് നമുക്ക് പെട്ടെന്ന് പോയി മറ്റേ ഇതെടുത്തോണ്ട് വരാം. ഇവനെ എടുത്ത് ഈ പശുവിനെയും കൂടെ അടിച്ചിടാം. അടിച്ചിട്ടില്ലേ? അയ്യോ രാത്രിയായി വരുന്നുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയി മോചിട്ട് വരാം. പെട്ടെന്ന്. അപ്പോൾ നമ്മളങ്ങനെ ഒരു വുഡ് ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. 2 എണ്ണം എടുത്തുകൊണ്ട് വന്നു. ഇനി നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ബെഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പോവാം. ഇവിടെ തന്നെ കിടന്നാലോ? അതാകുമ്പോൾ സോംബീസൊന്നും വരാതെ രക്ഷപ്പെടുമല്ലോ. അല്ല വേണ്ട, നമ്മുടെ കയ്യിൽ ഫുൾ സെറ്റപ്പ് ഉണ്ടല്ലോ. ഇവിടെ തന്നെ കിടന്നുറങ്ങും എന്തായാലും. അങ്ങനെ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയിട്ട് ദാണ്ടൊരു സോംബി. അയ്യോ ഓടിക്കോ, കൊന്ന്. ഇതിനകത്ത് ഭയങ്കര ഡാമേജ് ആയി ഒറ്റയടിക്ക് തന്നെ സോംബി. അയ്യോ ഓടിക്കോ. അടിച്ചാലോ? അല്ല വേണ്ട, ഓടാ. ചത്തോ? എന്തൊരു സൗണ്ട് കേട്ടു ഗൈസ്. അതെന്തായാലും നോക്കാം. ചത്ത് ഗൈസ്. രക്ഷപ്പെട്ട്. എന്തായാലും നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തുകൊണ്ട് പോവാം. നമുക്ക് വില്ലേജ് തപ്പാം. നമുക്ക് ഇങ്ങോട്ടങ്ങ് വന്ന വഴി തന്നെ പോവാം. നല്ല മേളിലോട്ട് കയറിയിട്ട് പോവാം. അടുത്തെല്ലാം പമ്പിനെല്ലാം കണ്ടു കഴിഞ്ഞാൽ സെറ്റായി. അവിടെ അടുത്ത് വില്ലേജ് ഉണ്ടെന്നായിരിക്കും. വില്ലേജ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പമ്പിനെല്ലാം കാണുവാണെങ്കിൽ സെറ്റായിരിക്കും. ഈ പശുവിനെ കൊല്ലാം ചെടിക്കാൻ വന്നിട്ടുണ്ട്. നമുക്കിനിയും പോവാം. എന്താണ്ട് ഇവിടെ ഒരു ഷുഗർ ക്രീം നിൽക്കുന്നു. അതും കൂടെ അങ്ങ് എടുത്തേക്കാം. അതോടെ എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിക്കാം. ഞാൻ എന്തായാലും അത് നോക്കിയിട്ടുണ്ട്. ഇനിയും ഞാൻ കുറച്ച് ഭാഗം കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ഭയങ്കര ലാഗായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂട്ടിയായിരിക്കും. നാളെ ഇച്ചിരി കാണിക്കുന്നില്ല. നമ്മൾ എന്തായാലും സ്കിപ്പ് ചെയ്തതാണ്. എന്തായാലും എവിടെയെങ്കിലും പമ്പിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ കാണിക്കും. ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ബ്ലോക്ക് വെക്കണം. അവിടെ വെച്ചിട്ട് വരുന്നില്ല. നമുക്ക് ഇവിടെ വെച്ചിട്ട് പോകാം. അത് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് കയറാം. ബ്ലോക്കില്ലല്ലോ വൈസ്. നമുക്ക് പുതിയ ബ്ലോക്ക് എടുക്കാം. ബ്ലോക്ക് എടുത്ത് ഡയറക്റ്റ് ഉണ്ട് വൈസ്.
നമ്മളങ്ങനെ താഴെ എത്തി ഗൈസ്. നമ്മൾ വെള്ളത്തിൽ വീണുകൊണ്ട് രക്ഷപ്പെട്ട്. അതുകൊണ്ടിവിടെ അയണിരിക്കുന്നു. നമുക്കതെടുക്കാം. വെയിറ്റ്, നമുക്കെന്തായാലും അയ്യോ ഡെർട്ട് പോയി. നമുക്ക് ഇതെടുത്തിട്ട് നേരെ പോവാം. അടുത്ത നോക്കിക്കോ വിളിക്കാം. അയ്യോ ആക്സ് വേണ്ട, പിക്കാക്സ് എടുക്കാം. പിക്കാക്സ് എടുത്തിട്ടുണ്ട്. അകത്തോട്ട് കാണും ചിലപ്പം. എനിക്ക് അകത്തോട്ട് കാണുന്ന എന്താണ്ട എൻ്റെ പ്രഡിക്ഷൻ പോലെ അകത്തോട്ടുണ്ട്. ഇനി അകത്തോട്ട് കാണാൻ സാധ്യതയില്ല. എന്തായാലും നമ്മൾ ശരിക്കും പറയുന്നതാണ്. റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയുന്നതാണ്. എന്തായാലും അല്ല ഗൈസ്, ഞാൻ ഗെയിമിലും ഞാൻ പ്രഡിക്റ്റ് ചെയ്തതാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇവിടെ കോള് കണ്ടിട്ട് നമ്മൾ അതും കൂടെ സെർച്ച് ചെയ്യണം അകത്തോട്ട്. അവിടെയും കാണുമായിരിക്കും. നോക്കുവാണ് ഗൈസ്. അതാണ്ടിരിക്കുന്നു. നോക്കിയത് ഇങ്ങെടുക്കാം. എടുത്തിട്ട് ഇവിടെ കുറേ ഉണ്ടല്ലോ ഗൈസ്, കുറേ ഉണ്ട്. ഞാൻ വെട്ടിയാവലല്ലോ, ഞാൻ ഇവിടെ കുറേ ഉണ്ട്. കോള് കുമിഞ്ഞ് ഓടി കിടക്കുവാന്ന് തോന്നുന്നു. ഇവിടെ കുറേ ഉണ്ട്. നമുക്കിതെല്ലാം ഒന്ന് എടുക്കാം. എടുക്കുന്ന കാണിക്കാൻ ഭയങ്കര ലാഗായിരിക്കും ഗൈസ്. നിങ്ങൾ എന്തായാലും അത് കാണണ്ട. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെയും കുറച്ച് പങ്കിനുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കുകയായിരുന്നു. നമ്മൾ നോക്കിയപ്പോൾ ഇവിടെയും പങ്കിനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഷീപ്പും ഉണ്ടായിരുന്നു. എന്നെ കല്യാണം കൊന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന ഡയറക്ഷൻ ശരിയാണ് തോന്നുക. 2 പ്രാവശ്യം പങ്കിയുണ്ട്. നമുക്ക് ഈ ഡയറക്ഷന് കാണത്തില്ലായിരിക്കും. നമുക്കാണെങ്കിൽ ഈ ഡയറക്ഷനിലോട്ടൊന്ന് പോയി നോക്കാം. ചിലപ്പോൾ അവിടെ വില്ലേജ് കാണും. തിരിച്ചു പോവുക. ഇവിടെ വില്ലേജ് ഒന്നും കാണാൻ സാധ്യത. ഞാൻ അവിടെ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. ഇനി നേരെ പോയിട്ട് ഇനി വഴി തെറ്റിയ പണിയാവും. ഞാനിവിടെ ഒരു പശു നിൽക്കുന്നു, അതിനെ കൊല്ലാം. നമുക്കതിനെ കൊന്നിട്ട് അയ്യോ
ചത്തേനെ. ഇവിടെ വലിയൊരു കുഴിയായിരുന്നു. പെട്ടെന്ന് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ട്. ഇവിടെ ഒന്നുമില്ല. എന്തായാലും നമുക്ക് ഇവിടോട്ടൊന്നും വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. അതായിരിക്കും നല്ലത്. ഇവിടെ ഒരു കേവുണ്ട്. നമുക്കെന്തായാലും അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ സമയമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വില്ലേജ് കണ്ടുപിടിക്കണം. അവിടെ നിന്ന് ഞാൻ കണ്ടു എന്തോ പിന്നെയും പങ്കിൻ. അപ്പം നമ്മൾ വന്ന ഡയറക്ഷൻ ശരിയാണെന്ന് തോന്നുന്നു. 3ാമത്തെ പ്രാവശ്യം കണ്ടു. ഈ ഡയറക്ഷൻ തന്നെ പോകാൻ പറ്റുമോ? ഇവിടെ ഫ്ലവർ ആയിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ഒന്നും വില്ലേജ് ഒന്നും ഇല്ല. നാളെ എന്ത് ചെയ്യും? പുല്ല് കണ്ടുപിടിക്കാൻ കുറേ നേരം എടുക്കും. നമുക്കാണെങ്കിൽ തിരിച്ചാ 2ാമത്തെ പമ്പിൻ്റെ അടുത്തോട്ട് പോവാം. അല്ല 3ാമത്തെ പമ്പിൻ്റെ അടുത്തോട്ട് പോവാം. ഇവിടെ ഒരു പന്നിക്കുട്ടി, അതിനെ കൊല്ലാൻ പറ്റിയില്ല. റെഡിയായി. നമുക്ക് തിരിച്ചോ പോവാം. ഇവിടെ ഒന്നും ഇല്ല. അതാണ്ട് ഇവിടെ ഒരു ഷീപ്പ് വെക്കുന്നത്, അതിനെ കൊല്ലാം. 2 എണ്ണം ഉണ്ട്. അയ്യോ, രാത്രിയായി വരുന്നുണ്ടല്ലോ. നമുക്ക് പെട്ടെന്ന് തന്നെ ബെഡ് വിരിച്ച് കിടക്കണം. ഇവിടെ ചൂടാൻ നാളെ എൽഫോടന്ന് ഇരിക്കുന്നു. അയാൾ ചെയ്യിക്കുന്നു. പിന്നെ ഇവിടെ കുഴി. നാളിപ്പോൾ അതിനകത്തോട്ട് വീണേ. എങ്ങനെയെങ്കിലും അതാണ്ട് സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ കടക്കണം. അയ്യോ, ഷീപ്പിനെ കൊല്ലട്ടെ. ആരാണ്? ഓക്കെ, നിൽക്കാം. ഓക്കെ, ബെഡിട്ടിട്ട് ഇവിടെ കിടക്കാം. പിന്നെയും പങ്കിനോ? അയ്യോ, സ്പൈഡർ ഓടിക്കോ. ഇവൻ അടിച്ചു കഴിഞ്ഞാൽ പണി ഉറപ്പാ. അയ്യോ, പണി. അയ്യോ, ഓടിക്കോ. പണിയായി. അവൻ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. പകുതി ലൈഫ് പോയി. നമുക്ക് തിരിഞ്ഞോടാ. ഓടിക്കോ. ഇവിടെ സ്കെൽട്ടൺ സ്പൈഡർ ഓടിക്കോ. അയ്യോ, അടിച്ച് ഭയങ്കര പണിയാണ്. ഇവിടെ ഒരു സ്കെൽട്ടൺ ഉണ്ടായിരുന്നു, അതിന് നമ്മൾ മൈൻഡ് ചെയ്തില്ല. നമ്മൾ പെട്ടെന്ന് ഓടണം. ഇനിയിപ്പോൾ ഞാൻ നോക്കിയിട്ടൊരു വഴി കാണുന്നുള്ളൂ. ഇപ്പോൾ കാണിച്ചു തരാം. നല്ലൊരു സ്ഥലം എത്തട്ടെ. ബ്ലോക്കഡ്. അയ്യോ, സ്കെൽട്ടൺ. അയ്യോ, ഓടിക്കോ. തിരിഞ്ഞോടിക്കോ. അയ്യോ, പിന്നെ സ്പൈഡർ. പിന്നെ സ്കേപ്പ്. എന്തു ഓടിയത്? വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള പരിപാടിയാണ്. നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഇങ്ങോട്ട് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാനിവിടെ കുഴിക്കുന്നുണ്ടപ്പോൾ ചിലർക്ക് മനസ്സിലാക്കാണ് എന്തതിനുള്ള പുറപ്പാടാണ്. ഓക്കെ. നമ്മളെന്തായാലും ഒരു വശം അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കണം. നമുക്ക് താഴ്വശം വെച്ചിട്ട് നമ്മൾ ക്രീപ്പർ ഒന്നും പോകണമായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോർച്ച് ഉണ്ടാക്കാം. അതിന് ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കണം. അതിനിവിടെ നമ്മൾ കുഴിക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും ഞാൻ അവിടെ കുഴിക്കുന്നതെന്ന്. ഇവിടെ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഒരു കേവാണല്ലോ. കുഴപ്പമില്ലായിരിക്കും. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്ക് ടോർച്ച് ഉണ്ടാക്കി. അയ്യോ, സ്കെൽട്ടൺ ചത്ത് ഗായ്സ്. ഒരു ദിവസത്തെ ഭാഗ്യമുള്ളതിന് നമുക്ക് എന്തായാലും നമ്മൾ ചത്തിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ. ടാറ്റാ.